ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ശ്രദ്ധയെയും തലച്ചോറിനെയും ചിന്താശക്തിയെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റോറിനെയും എന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി നിങ്ങൾ സ്വയം ഇല്ലായ്മ ചെയ്യുകയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ശരാശരി മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ വെറും ഗോൾഡ് ഫിഷിൻ്റെതിന് തുല്യമാണ്. അതായത് ഗോൾഡ് ഫിഷിൻ്റെ കുറച്ചൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ പറ്റും. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നിലവിലുള്ള അറ്റൻഷൻ സ്പാൻ ലോകത്തിലെ 90% ആളുകളെക്കാളും കൂടുതലാണ് എന്നത് എനിക്ക് ബോധ്യമാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഗ്രഹങ്ങളെ അടക്കി നിർത്താനുള്ള ഒരാളുടെ കഴിവ് അയാളുടെ വിജയത്തിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാനോ ചിട്ടയായി ജീവിക്കാനോ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തലച്ചോറിനെ സെക്ഷുവലൈസ് ചെയ്യുക എന്നതാണ്. ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് ഞാൻ 6 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞുതരാം. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ തലച്ചോറിനെ സെക്ഷുവലൈസ് ചെയ്യാനും ജീവിതത്തിന്റെ ട്രാക്ക് മാറ്റി വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുവാനും അതുകൊണ്ട് സാധിക്കും. സെക്ഷുവലൈസ് ഈ വാക്ക് കേൾക്കുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സെക്സിനെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് സ്റ്റോപ്പ് വാച്ചിങ് പോൺ വീഡിയോ കാണുന്നത് നിർത്തുക എന്ന് കേൾക്കുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മളിൽ പലർക്കും തോന്നുമെങ്കിലും 99% ആളുകളെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണിത്. തലച്ചോറിനെ സെക്ഷുവലൈസ് ചെയ്യാനുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള സ്റ്റെപ്പാണ് പോൺ വീഡിയോസ് കാണുക എന്നത്. കാരണം അതിൽ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ എത്ര സമയം കാണുന്നു എന്നല്ല കേട്ടോ. എന്നിരിക്കലും നിങ്ങൾ സ്ഥിരമായിട്ട് പോൺ കാണുന്ന ഒരാളാണെങ്കിൽ അത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കും മറ്റു ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സമയം അധികം ലാഭിക്കുമെന്ന് സത്യമാണ്. എങ്കിലും പോൺ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ, തലച്ചോറിനെ അത് എണ്ണയിലിട്ട് വറുക്കുന്ന പോലെയാണ് കേട്ടോ. നിങ്ങളുടെ ശ്രദ്ധ ഇതുവഴി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ലെങ്കിലുണ്ടല്ലോ, തെളിവായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ഗവേഷണ പഠനം നടത്താം. തലച്ചോറിലെ പ്രീഫോണ്ടൽ കോർട്ടെക്സ് ക്ഷയിച്ചു പോകാൻ സ്ഥിരമായി പോൺ വീഡിയോ കാണുന്നത് കാരണമാകും എന്നാണ് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഇമോഷൻസ്, ആക്ഷൻസ് ആൻഡ് ഇമ്പൾസ് കൺട്രോൾ എന്നിവ നിയന്ത്രിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു കുന്നിന്റെ മുകളിലെ കല്ലിന്റെ അത്ര വലിപ്പമുള്ളവർ മാത്രമാണ്. ആ മുഴുവൻ കുന്നിന്റെ വലിപ്പത്തിലുള്ള അത്രയും ദോഷം ശരിക്കും പോൺ അഡിക്ഷൻ നിങ്ങളോട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെക്കാളും പ്രശ്നമാണ് പോൺ അഡിക്ഷൻ ഒരാളിൽ ഉണ്ടാക്കുന്നത്. വിഷാദരോഗത്തിനും മറ്റു പല മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ശേഷിയും ഈ ദുശീലത്തിനുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലും ദീർഘകാലം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ വരും. പിന്നീട് നിങ്ങളെ വന്ധ്യതയിലേക്ക് വരെ നയിക്കാനും ഈ ദുശീലത്തിന് സാധിക്കും. പോൺ ഒരിക്കലും റിയാലിറ്റി അല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അതിൽ നിന്ന് യാതൊരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കാതെ വരും. നമ്പർ 2, സ്റ്റോപ്പ് പ്ലഷറിങ് യുവർ സെൽഫ്. ഒന്നാമത്തെ സ്റ്റെപ്പുമായി ഒരുമിച്ച് നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമാണിത് കേട്ടോ. ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെയധികം നോർമലൈസ് ചെയ്ത ഒരു കാര്യമാണിത്. എങ്കിലും സത്യം എന്താണെന്ന് വെച്ചാൽ, മാസ്റ്റർബേഷൻ ഒരിക്കലും ഹെൽത്തി അല്ല കേട്ടോ. സ്ഥിരമായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഡോപ്പാമൈൻ വഴി പോകുന്ന സിഗ്നൽ നിങ്ങൾ പ്രോക്രിയേഷൻ നടത്തിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ അത് സത്യമല്ലല്ലോ. അതുകൊണ്ടാണ് മാസ്റ്റർബേഷൻ എപ്പോഴും ചീപ്പ് ഡോപ്പാമൈൻ ആണെന്ന് പുറപ്പെടുവിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ തന്നെയാണ് പറ്റിക്കുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് മാത്രം വിജയിക്കാനാവുന്ന കാര്യങ്ങളിൽ ഇത്തരക്കാർ ഒരിക്കലും വിജയിക്കില്ല. കാരണം അവർക്ക് വളരെ എളുപ്പത്തിൽ ഡോപ്പാമൈൻ ലഭിച്ചാണ് ശീലം കേട്ടോ. മാസ്റ്റർബേഷൻ ഇത്ര വലിയ പ്രശ്നമാണെങ്കിൽ എല്ലാവരും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനുത്തരം വളരെ സിമ്പിളാണ് കേട്ടോ. ദേ ഓൾ ആർ അഡിക്റ്റഡ് ടു ദിസ്. നേരത്തെ പോൺ അഡിക്ഷൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതും നിർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം സെക്കൻഡുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാകുന്നത്. സാധാരണ ഒരു മനുഷ്യന് ഇത്രയധികം ഡോപ്പമൈൻ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വലിയൊരു ഗോള് അയാൾ അച്ചീവ് ചെയ്തിരിക്കണം കേട്ടോ. ഇനി ഞാനൊരു ഗവേഷണ പഠനത്തിന്റെ ഡാറ്റ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങളൊരു ബർഗർ കഴിക്കുമ്പോൾ 100% ഡോപ്പമൈൻ ബൂസ്റ്റ് ഉണ്ടാകുന്നു. അതേസമയം നിങ്ങൾ സിഗരറ്റോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുമ്പോൾ അത് 200% ഡോപ്പമൈൻ ബൂസ്റ്റ് ഉണ്ടാക്കുന്നു. അതേസമയം നിങ്ങൾക്ക് പോൺ ആൻഡ് മാസ്റ്റർബേഷൻ വഴി 250% ഡോപ്പമൈൻ ബൂസ്റ്റാണ് തരുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ ഈ 250% ഒറ്റയടിക്ക് താഴേക്ക് പോകാൻ ഒരു കുറച്ച് മിനിറ്റ് മാത്രം മതി. കുറച്ച് മിനിറ്റ്. കാരണം ഇൻസ്റ്റന്റ് ഡോപ്പമൈൻ ഇൻസ്റ്റന്റ്ലി തന്നെ ബേസ് ലൈനിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. സോ നമ്പർ 3, ഫൈൻഡ് യുവർ പർപ്പസ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി നടത്തിയ പല പഠനത്തിലും തെളിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് സ്വഭാവദോഷം കണ്ടോ ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടോ അല്ല ഉണ്ടാകുന്നത് എന്നതായിരുന്നു.
അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ജീവിതം കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥമില്ലായ്മ മാത്രമായിരുന്നു. ജീവിത ലക്ഷ്യം ഇല്ലാത്തവരാണ് ഇത്തരം ദുശീലങ്ങൾക്കൊക്കെ അടിമകളാകുന്നത്. ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ദുശീലമാണ് കേട്ടോ. അതിനായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടാക്കിയെടുക്കുക. ഓരോരുത്തർക്കും ഈ സ്വപ്നങ്ങൾ വേറെ വേറെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കുക, എൻ്റെ കുടുംബം സംരക്ഷിക്കുക, ഇവ രണ്ടുമായിരുന്നു എൻ്റെ മുന്നോട്ട് നയിച്ച സ്വപ്നം എന്ന് പറയുന്നത്. കുറേ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ആ പണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം ഇല്ലെങ്കിൽ അവിടെ മുതൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയാണ്. അതുകൊണ്ട് പണത്തെ ഒരു ഘടകമായിട്ട് മാത്രം കാണുക, നിങ്ങളുടെ മുഴുവൻ ലക്ഷ്യമായി അതിനെ കാണാതിരിക്കുക. നമ്പർ 4, സ്റ്റോപ്പ് വാച്ചിങ് സോഫ്റ്റ് പോൺ. റിയൽ പോൺ കാണുന്നത് പോലെ തന്നെ ദോഷം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ നിങ്ങൾ നാശത്തിലേക്ക് നയിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. കാരണം പോൺ കാണണമെങ്കിൽ നമ്മൾ അത് തെരഞ്ഞു പോകണം. പക്ഷെ സോഫ്റ്റ് പോണിനെ പറ്റി പറയുകയാണെങ്കിൽ നോക്കുന്നിടത്തെല്ലാം ഇത് ലഭ്യമാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ റിപ്പീറ്റ്ലി എന്താണ് കണ്ടത്, എത്ര സമയമാണ് കണ്ടത് എന്നതെല്ലാം അൽഗോരിതം നോക്കി നിങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള അർത്ഥനഗ്നരായിട്ടുള്ള സ്ത്രീകളുടെ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ അർത്ഥനഗ്നമായിട്ടുള്ള എക്സ്പോസ്ഡ് വീഡിയോകൾ ചെയ്യുന്ന ഇത്തരം മോഡൽസിനെ അൺഫോളോ ചെയ്യുക. കാരണം ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്തിരുന്ന് അവർ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെയാണ് കേട്ടോ, നിങ്ങളുടെ ഭാവിയാണ്. ഇത് വളരെ ചെറിയൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ അല്ല. പലപ്പോഴും ഇത്തരം വീഡിയോകൾ കണ്ടിരിക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് പോൺ കാണണമെന്നൊരു ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ട്രിഗേഴ്സ് വിളിക്കുന്നത്. ഈ ട്രിഗേഴ്സ് ഇല്ലാതാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന പ്രശ്നമായിട്ടുള്ള പോൺ അഡിക്ഷൻ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങളുടെ അൽഗോരിതം നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ സൈഡിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് ഇൻട്രസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏറ്റവും മികച്ച വഴി ഇൻസ്റ്റഗ്രാം ഒഴിവാക്കുക എന്നത് തന്നെയാണ് കേട്ടോ. കാരണം ജീവിത ലക്ഷ്യം ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറേ നേരം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുകയും ട്രോളുകളും ഇതേപോലെയുള്ള എക്സ്പ്ലിസിറ്റ് വീഡിയോകളൊക്കെ കണ്ട് രസിക്കുക എന്നതിനപ്പുറം അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നും നേടാനില്ല കേട്ടോ. സോ 5, അഞ്ചാമത്തെ കാര്യം, ഫോക്കസ് ഇൻവേർഡ് ആൻഡ് നോട്ട് ഔട്ട്വേർഡ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോപ്പമൈൻ സിസ്റ്റത്തെ ഡീസെക്ഷലൈസ് ചെയ്യുക എന്നതാണ്. കാരണം തലച്ചോറ് സെക്ഷലൈസ് ചെയ്യപ്പെടുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് അത് ആദ്യം ബാധിക്കുക. ഇവിടെയാണ് നിങ്ങൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന കാര്യത്തെ സ്വായത്തമാക്കി എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്തൊക്കെ സ്റ്റിമുലസ് കിട്ടുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. അല്ലാതെ പുറത്തു നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ചീപ്പ് ഡോപ്പമൈൻ കിട്ടും എന്നതല്ല. ലോകത്ത് 99% ആളുകൾക്കും ഇത്തരം എക്സ്റ്റേണൽ സ്റ്റിമുലസ് ചെയ്യുന്നത് വഴി ഡോപ്പമൈൻ കിട്ടുന്നതാണ്. അത് പിന്നീട് കുറ്റബോധം തോന്നുന്ന പോൺ കാണുക എന്നത് പോലെയുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ട് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് അത് ലഭിക്കാം. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിക്കും വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത്തരം ചീപ്പ് ഡോപ്പമൈൻ ബൂസ്റ്ററിനെയൊക്കെ നിങ്ങൾ ഒരിക്കലും ആശ്രയിക്കരുത്. നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ആശ്രയിക്കുന്ന വഴികളെ എപ്പോഴും വിലയിരുത്തുക. അത് നിങ്ങൾക്ക് കേവലം സെക്കൻഡുകളിലെ സന്തോഷമാണോ തരുന്നത്, പിന്നീട് അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നിങ്ങനെ. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ് ഡോപ്പമൈൻ ഡിറ്റോക്സ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 24 മുതൽ 72 മണിക്കൂർ വരെ ഒന്നും ചെയ്യാതിരിക്കാം. ഭക്ഷണം, ഫോണ്, പുസ്തകം, പാട്ട്, പോൺ തുടങ്ങിയ ഒന്നും തന്നെയില്ല. കേവലം നിശ്ചലത മാത്രം. എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ലാതെ എങ്ങനെ മനഃശാന്തി കണ്ടെത്താം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശീലമാക്കി കഴിഞ്ഞുണ്ടല്ലോ, കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഡോപ്പമൈൻ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്താൻ ശീലിക്കുകയും ചെയ്യും. ഡോപ്പമൈൻ ഈസ് നത്തിങ് ബട്ട് എ റിവാർഡ് സിസ്റ്റം. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് റേ ഇൻഫോഴ്സ്മെന്റ് ആയി കിട്ടുന്നതാണ് ഇത് കേട്ടോ. അതുകൊണ്ടാണ് സെക്സ് ചെയ്യുമ്പോൾ ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാകുന്നത്. കാരണം പ്രൊക്രിയേഷൻ ഇല്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ കാര്യങ്ങൾ ഈ സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തു നിന്നും ചീപ്പ് ഡോപ്പമൈൻ തിരയാതെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെ റിവാർഡിംഗ് സിസ്റ്റം നേരെയാക്കാമെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്പർ 6, സ്റ്റോപ്പ് ചേസിങ് വുമൻ. സ്ഥിരമായി സ്ത്രീകൾക്ക് പുറകെ പോകുന്ന തരം മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല കേട്ടോ. മുഴുവൻ സമയവും സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർക്ക് യാതൊരുവിധ ഫോക്കസും ജീവിതത്തിൽ ഉണ്ടാകില്ല. ഒരു ഉത്തമ പുരുഷനാകാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ നാച്ചുറലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. സ്ത്രീകൾ എപ്പോഴും സോഷ്യൽ ഹയറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന പുരുഷന്മാരെ തങ്ങളുടെ ജീവിത പങ്കാളിയാക്കാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഫ്ലൈറ്റിൽ ആദ്യം സ്വയം ഓക്സിജൻ മാസ്ക് ധരിച്ചതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് പോലെയാണ് കേട്ടത്. ജീവിത പങ്കാളിയെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. കാരണം ഒരു നല്ല പാർട്ണർ ഉണ്ടാവുക എന്നത് വിജയത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. സോ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്.
നമുക്ക് നെക്സ്റ്റ് ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം മോട്ടീവ് മീഡിയ. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.